ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സുസ്വാഗതം. കൃഷ്ണായനം കഥ കേൾക്കാം. സർവചരാചരങ്ങളുടെയും അന്തര്യാമിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥ കേൾക്കാം. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. കൃഷ്ണായനത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേൾപ്പിക്കുന്നത്. ഇതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമല്ലോ. കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കൃഷ്ണായനം പഞ്ചനദത്തിൽ. ദ്വാരക കടലിൽ അലിഞ്ഞു ചേരുന്നത് കണ്ട് നിന്നവരുടെ കൺകോണിൽ വേദനയുടെ മുത്തുകൾ പൊടിഞ്ഞു. വിജയൻ എല്ലാം ഉള്ളിലൊതുക്കി നിന്നെങ്കിലും ആ കവിളുകൾ മനസ്സിൽ നടക്കുന്ന സംഘർഷത്തെ വിളിച്ചറിയിച്ചു. എല്ലാം നഷ്ടമായ യാദവർ വീണ്ടും നിരാലംബരായി. ഐശ്വര്യം ചക്രക്കാലുപോലെയാണെന്ന കേശവന്റെ വാക്കുകൾ അവരോർമ്മിച്ചു. ഒരിക്കലും ഐശ്വര്യം സ്ഥിരമാകുന്നില്ല, പൂർണ്ണത നേടുന്നതുമില്ല. വൻകരയിൽ ഒറ്റയൊറ്റ ഗോപുരങ്ങൾ പോലെ എല്ലാവരും നിർവികാരരായി ഇരുന്നു. ആ രാത്രി എല്ലാവരും സമുദ്രക്കരയിൽ കഴിഞ്ഞു. പ്രഭാതമായി. അർജുനൻ യാദവ സ്ത്രീകളെ പ്രഭാസക്കരയിൽ കൊണ്ടുപോയി കഴുകന്മാർ കൊത്തിവലിക്കുന്ന യാദവ വീരന്മാരെ കാണിച്ചു കൊടുത്തു. സ്ത്രീകൾ ആർത്തലച്ച് ആലോലം നിലവിളിച്ചു. തങ്ങളുടെ പ്രിയതമന്മാർ മദിരയുടെ ലഹരിയിൽ മതമിളകി തമ്മിൽ തല്ലി തകർന്നു കിടക്കുന്നത് അവർ വേദനയോടെ നോക്കി നിന്നു. അസഹ്യമായ ദുർഗന്ധത്താൽ ഏറെ നേരം നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കരഞ്ഞു കലങ്ങിയ കണ്ണുകളും മോഹങ്ങളൊഴിഞ്ഞ മനസ്സുമായി അവർ വീണ്ടും സമുദ്രക്കരയിലെത്തി. മരിച്ചവർക്ക് വേണ്ടിയുള്ള അനന്തരകർമ്മങ്ങൾ ഗർഗാചാര്യൻ്റെ നേതൃത്വത്തിൽ നടന്നു. എല്ലാം കഴിഞ്ഞ ശേഷം ആചാര്യൻ നിശബ്ദം ഹിമതടത്തിലേക്ക് തപസ്സിനായി യാത്രയായി. വസുദേവരും ദേവകിയും ആചാര്യനെ അനുഗമിച്ചു. ഉദ്ധവരെ രാത്രിക്ക് ശേഷം ആരും കണ്ടില്ല. കേശവന്റെ 8 പത്നിമാരും രേവതിയും പ്രഭാതത്തിൽ തന്നെ കുളിച്ചീറനായി വന്ന് ചിത കൂട്ടി അതിൽ ശരീരം ത്യജിച്ചു. എല്ലാവരും ആ കാഴ്ച നോക്കി നിന്നു. മധ്യാഹ്നമായി. വിജയൻ ബാക്കി വന്ന യാദവ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും കൂട്ടി ഹസ്തിനാപുരത്തിലേക്ക് യാത്രയായി. ആയാസപൂർണമായിരുന്നു ആ യാത്ര. മനോദുഃഖത്താലും കായക്ലേശത്താലും അവശരും വിവശരുമായ അഭയാർത്ഥികളടങ്ങുന്ന ആ സംഘത്തെ അർജുനൻ മുന്നോട്ട് നയിച്ചു. ആദ്യ ദിവസം തന്നെ ആ യാത്രാസംഘം പഞ്ചനദത്തിലെത്തി. പശുക്കളും ധാരാളം ധാന്യങ്ങളും ജലവുമുള്ള സ്ഥലം നോക്കി അഭയാർത്ഥി സംഘം അവിടെ വിശ്രമിച്ചു. കാനനവാസികളും സംസ്കാരവിഹീനരുമായ ദസ്യുക്കൾ ഈ യാത്രാസംഘത്തെ കണ്ടു. അർജുനനെ അവർക്കറിയാം. പാണ്ഡവരിൽ മധ്യമൻ, ശസ്ത്രാസ്ത്ര സമർത്ഥൻ. പക്ഷേ ഇപ്പോൾ അവൻ ഒറ്റയ്ക്കാണ്. സ്ത്രീകളും സമ്പത്തുമുള്ള ഒരു യാത്രാസംഘത്തെയാണ് മുന്നിൽ കിട്ടിയിരിക്കുന്നത്. ഈ അവസരം പാഴാക്കിക്കൂടാ. ആക്രമിച്ചാൽ സമ്പത്തു കിട്ടും, സ്ത്രീകളെയും ലഭിക്കും. ഇങ്ങനെ ചിന്തിച്ച് ദസ്യുക്കൾ സിംഹനാദം മുഴക്കി വന്നു. കൊള്ളക്കാരാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയ അർജുനൻ ഒന്ന് ചിരിച്ചു. സ്ത്രീകൾ ഭയന്ന് നിലവിളിച്ചു. കുട്ടികൾ ചിതറിയോടി. വിജയൻ അവരെ സമാധാനിപ്പിച്ചു. അപ്പോഴേക്കും കൊള്ളക്കാർ അടുത്തെത്തി. പാർത്ഥൻ പറഞ്ഞു, ഘോരമായ ഒരു ആദിക്കടൽ കടന്നാണ് ഞങ്ങൾ വരുന്നത്. ഇവർ യാദവ സ്ത്രീകളാണ്, ദ്വാരകയിലുള്ളവർ. ഇപ്പോൾ യുദ്ധം ചെയ്യുവാൻ തക്ക മനസ്സുമല്ല എനിക്കും. അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോവുക, അതാണ് നല്ലത്. ജീവനിൽ കൊതിയില്ലാത്തവർ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് വിരോധവുമില്ല. ദസ്യുക്കൾ വിജയന്റെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല. അവർ ആർത്തടുത്തു. സമ്പത്ത് കൊള്ളയടിച്ചു. സ്ത്രീകളെ ബലാത്കാരമായി സ്വീകരിച്ചു. ആക്രന്ദനങ്ങൾ ഉയർന്നു. വിജയൻ പെട്ടെന്ന് ഗാണ്ഡീവം എടുത്തു. പക്ഷേ
അതിൽ ഞാൻ ബന്ധിക്കുവാൻ കഴിയുന്നില്ല. ഇത് കണ്ട് ദസ്യുക്കൾ കൂകിയാർത്തു. അവർ വർദ്ധിത വീര്യരായി അക്രമങ്ങൾ തുടർന്നു. ഇതിനിടയിൽ അർജുനൻ വല്ലവിധവും ഗാണ്ഡീവം ബന്ധിച്ചു. പക്ഷെ ഒരസ്ത്രവും ഓർമ്മ വന്നില്ല. പാർത്ഥൻ വിയർത്തു. ശിരസിൽ കരം വെച്ചു. ഒരു കാര്യം വിജയന് ബോധ്യമായി. ദിവ്യാസ്ത്രങ്ങൾ തന്നെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. മാധവൻ പോയതോടെ വിജയന്റെ ശക്തിയും ചോർന്നിരിക്കുന്നു. കുരുക്ഷേത്ര രണാങ്കണത്തിൽ അരിനിരകളിൽ മരണം വിതച്ച മഹായോദ്ധാവ് ഇതാ നിസ്സാരനും നിസ്സഹായനുമായിരിക്കുന്നു. ഒരുവിധം ഗാണ്ഡീവത്തിൽ നിന്നും അർജുനൻ സാധാരണ അസ്ത്രങ്ങൾ അയച്ചു. അതെല്ലാം ദസ്യുക്കൾ വടികൊണ്ട് തടുത്തു. അവരെ പിന്തിരിപ്പിക്കുവാൻ അർജുനന് കഴിഞ്ഞില്ല. ദൈവഹിതമോർത്ത് വിജയൻ മുഖം കുനിച്ചിരുന്നു. പ്രതാപശാലിയായ പാർത്ഥൻ നോക്കി നിൽക്കെ സുന്ദരിമാരായ യാദവ സ്ത്രീകളെ ദസ്യുക്കൾ കൊണ്ടുപോയി. വിഷാദത്തോടെ നിന്ന പാർത്ഥൻ്റെ മുമ്പിൽ വ്യാസമുനിയെത്തി. മുനി പറഞ്ഞു, കുഞ്ഞെ, വിഷാദമരുത്. എല്ലാ പ്രതാപങ്ങൾക്കും ഒരിക്കൽ അന്ത്യമുണ്ട്. നിന്റെ പരാജയം അതാണ് കാണിക്കുന്നത്. കേശവൻ പോയതോടെ നിന്റെ കാലവും അവസാനിക്കുകയാണ്. ഇനി നിങ്ങളും വനവാസം സ്വീകരിക്കണം. ഈ സ്ത്രീകളെ കാട്ടാളന്മാർ കൊണ്ടുപോയതിൽ ദുഃഖിക്കുക വേണ്ട. ഇവരെ അഗസ്ത്യമുനി ശപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആകൃതി കണ്ട് ഒരിക്കൽ ഇവർ പരിഹസിച്ചു. അന്ന് മുനി ഇങ്ങനെ ശപിച്ചു, ദസ്യക്കളുടെ ഗൂഢഭാര്യമാരായി തീരട്ടെ എന്ന്. അതാണ് ഇങ്ങനെ സംഭവിച്ചത്. വിഷാദം കളഞ്ഞ് ബാക്കിയുള്ളവരെയും കൂട്ടി നീ ഹസ്തിനാപുരിയിലേക്ക് പോയാലും. പാർത്ഥന് സമാധാനമായി. വിജയൻ ബാക്കിയായ യാദവ സ്ത്രീകളെയും കൂട്ടി ഹസ്തിനാപുരത്തേക്ക് പോവുകയും ചെയ്തു. അടുത്ത ഭാഗം ഒരു യുഗം. ഹിമതടത്തിൽ ഗംഗയുടെ കരയിൽ ഗർഗൻ തപസ്സു ചെയ്തു. സായാഹ്നങ്ങളിൽ ദേവദാരു മരങ്ങൾ പൂത്തു മണം വിതറുമ്പോൾ ഗർഗൻ കഴിഞ്ഞുപോയ കഥകളിലേക്ക് മനസ്സുകൊണ്ട് നടന്നു പോകും. കേശവയുഗം അവസാനിക്കുകയായി. മഞ്ഞിൻ്റെ മാറിൽ ഒരുമയാർന്ന സത്യങ്ങൾ വിരിയിച്ച കണ്ണൻ്റെ ഭൗതിക കർമ്മങ്ങൾ അവസാനിച്ചു. മനുഷ്യൻ്റെ മനസ്സുകളിൽ ഇനിയുള്ള കാലം പൂർണ്ണതയുടെ വ്യാഖ്യാനമായി കണ്ണൻ ജീവിക്കും. ഭൂമിദേവിയുടെ വേദനയറിഞ്ഞുവന്ന പൂർണ്ണ പുരുഷനായിരുന്നു മാധവൻ. സ്ഥലകാലങ്ങളെ ബുദ്ധി കൊണ്ട് നിയന്ത്രിച്ചവൻ. യാഥാർത്ഥ്യവും നിഷ്കളങ്കതയും പൊരുത്തപ്പെടുത്തിയ ദീക്ഷണാശാലി. ഗർഗൻ ചിന്തിച്ചു, ഇതുപോലൊരു പൂർണ്ണ പുരുഷൻ ഇനിയും ജനിക്കുമോ? കർമ്മസാക്ഷിയും ധർമ്മസാക്ഷിയുമായ മാധവനെ പോലൊരു സത്യം ഇനിയും ജന്മം കൊള്ളുമോ? സമത്വം സ്ഥാപിക്കുവാൻ ഒരു പട്ടണം അദ്ദേഹം പടുത്തുയർത്തി. മദ്യവും അഹങ്കാരവും ഐശ്വര്യം കൊണ്ട് ഉയർന്നപ്പോൾ ലോകത്തിൻ്റെ അടിസ്ഥാന നാശം എങ്ങനെയെന്ന് ആ നഗരനാശത്തിലൂടെ കാണിച്ചു കൊടുത്തു. മാധവ, ഈ ക്ഷിതിക്ക് ഇനിയും സ്ഥിതി സമത്വം വേണം. അങ്ങ് ഇനി എന്നാണ് എഴുന്നള്ളുക? ഗർഗൻ്റെ ചിന്തകൾ അദ്ദേഹത്തിനു തന്നെ ഒരു രസമായി തോന്നി. മൂടൽമഞ്ഞ് ആശ്രമത്തെ പൊതിഞ്ഞപ്പോൾ ഗർഗൻ തപസ്സിനെഴുന്നേറ്റു. മഞ്ഞടരുകളിൽ നിന്നും പെട്ടെന്ന് ഒരു നീലപ്രകാശം ഉദിച്ചു. അശരീരി പോലെ ഒരു ശബ്ദം ഇങ്ങനെ പ്രവചിച്ചു, ആചാര്യ, ഞാൻ എങ്ങും പോയിട്ടില്ല. എൻ്റെ പുഞ്ചിരി പൂനിലാവിൽ അങ്ങേക്കു കാണാം. എൻ്റെ നയനങ്ങൾ നിഷ്കളങ്കരായ ജീവികളുടെ കണ്ണുകളിൽ അങ്ങേക്ക് ദർശിക്കാം. എൻ്റെ കാൽ ചിലമ്പൊലി സത്യത്തിൻ്റെ നാദമായി അങ്ങേക്ക് തിരിച്ചറിയാം. ആചാര്യ, ഞാൻ എവിടെയും നിറഞ്ഞു നിൽക്കുന്നു. എന്നിൽ നിന്നും വ്യതിരിക്തമായി ഒന്നുമില്ല. ഞാനാണ് ആദിയും അന്ത്യവും. ഞാനാണ് പൂർണ്ണ മനുഷ്യൻ. ഈ യുഗവും വരുന്ന യുഗങ്ങളും എന്നും വരാനിരിക്കുന്ന എല്ലാ സത്യവും എൻ്റേതു മാത്രമായിരിക്കും. മന്ദം മന്ദം ആ ശബ്ദം അകന്നുപോയി. തൊഴുകരങ്ങളോടെ ഗർഗൻ തപസ്സിൽ മുഴുകി. അടുത്ത ഭാഗം പൂർണ്ണോദയം. വിരജാ നദിയുടെ സിതസൈകതം നിത്യാഹ്ലാദത്തിൽ തുടിച്ചു നിന്നു. ഭൂമിയിലെ കർമ്മകാണ്ഡം ധർമ്മകാണ്ഡമാക്കിയ ഗോലോകനാഥൻ്റെ ലൗകിക ഭാവം അടർന്നുപോയി. ചന്ദ്രാനനയും സഖിമാരും ആനന്ദനൃത്തം തുടങ്ങി.
ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിൽ ഉരുത്തിരിയുന്ന ആനന്ദനൃത്തം. വിരജയുടെ തടത്തിൽ നിൽക്കുന്ന വടവൃക്ഷത്തിൻ്റെ പർണങ്ങൾ ജീവരസമുള്ള ഇളം കാറ്റിൽ തുടിച്ചു നിന്നു. പൊന്തും മുടികളാൽ ഗോവർദ്ധനൻ നടനം നോക്കി നിന്നു. പെട്ടെന്ന് പാഞ്ചജന്യം ഉയർന്നു. പൗർണമി പോലെ തെളുതെളിയെ പ്രകാശം പരന്നു. അഭൗമമായ പീതാംബര ദീപ്തി തുടിച്ചു നിന്നു. നിത്യാനന്ദത്തിൻ്റെ നിർമ്മലപ്രഭയും നിരുപമ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയും വിരജയുടെ തടത്തിൽ നിറഞ്ഞു. 1000 തലയുള്ള ആദിശേഷൻ ഉണർന്നു. വാക്കുകൾ കൊണ്ട് പറയുവാനാവാത്ത നിരുപമ സുഷമ ആദിശേഷൻ്റെ മടിത്തട്ടിൽ ഉണർന്നു. സൗവർണ കാന്തി വർഷിക്കുന്ന തേജോപുഞ്ചം ഇന്ദ്രനീല വർണ്ണം ചൂടി വിളങ്ങി. ഇതാണ് പൂർണ്ണോദയം, അറിവിൻ്റെ നിറവായ കർമ്മോദയം. മനുഷ്യ മനസ്സ് പൂർണ്ണ സത്യം കണ്ടെത്തേണ്ടുന്ന ജ്ഞാനോദയം. ഇതോടുകൂടി കൃഷ്ണായനം എന്ന ഈ പുസ്തകം അവസാനിച്ചിരിക്കുന്നു. കൃഷ്ണായനം കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതട്ടെ. അടുത്ത ദിവസം മറ്റൊരു പുസ്തകവുമായി നമുക്ക് പരിചയപ്പെടാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക. താങ്ക് യു.